കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ ഒരു ക്യാരക്ടറൈസേഷനാണ് പഠിച്ചത്. ഇന്ന് ഈ ക്ലാസ്സിൽ ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ തന്നെ മറ്റൊരു ക്യാരക്ടറൈസേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് യൂസിങ് ക്ലസ്റ്റർ പോയിൻറ്റ്സ്. സോ ക്ലസ്റ്റർ പോയിൻറ്റ്സ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ്. സോ നമുക്ക് ആദ്യം എന്താണ് ക്ലസ്റ്റർ പോയിൻ്റ് എന്ന് നോക്കാം. Let A subset of R, a point X element of R, is said to be a cluster point of A if epsilon neighborhood of X intersection A minus singleton X is non-empty for every epsilon greater than 0. Means you take any epsilon neighborhood of X, it will contain some element of A other than X. This X may be in A or it may not be in A. Anyway, V epsilon of X must contain some element of A which is not equal to X. In that case, we say that X is a cluster point of A. So, every epsilon neighborhood of contains some point of A other than X. So, let's see one example. Let A equal to open interval 0, 1. Then every point of A is a cluster point of A. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻറ്റർവൽ 0, 1 എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റാണ്. ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് യു ടേക്ക് എനി എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻറ്റർവൽ 0, 1. നമുക്കറിയാം there is some epsilon neighborhood of X which is completely contained in A itself. So, ഏതോ ഒരു V epsilon of X എന്ന് പറയുന്നത് എയുടെ തന്നെ സബ്സെറ്റാണ്. ഇനിയിപ്പോൾ നമ്മളൊരു ഇനിയിപ്പോൾ എപ്സിലൺ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ സേ V ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റാണെന്ന് വിചാരിക്കാം. നൗ ലെറ്റ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. ഈ എപ്സിലൺ എന്ന് പറയുന്നത് ആൽഫ തന്നെയാണെങ്കിൽ നമുക്കറിയാം V ആൽഫ ഓഫ് എക്സ് കംപ്ലീറ്റ്ലി എയുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എയിലുള്ള ആൾക്കാർ V ആൽഫ ഓഫ് എക്സിലുണ്ട്. ഇനിയിപ്പോൾ അതല്ല, എപ്സിലണിൻ്റെ വാല്യൂ ആൽഫയേക്കാൾ വലുതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ V എപ്സിലൺ ഓഫ് എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും V ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ V എപ്സിലൺ ഓഫ് എക്സിൻ്റെ ഉള്ളിൽ V ആൽഫ ഓഫ് എക്സ് ഉണ്ട്. ആ V ആൽഫ ഓഫ് എക്സ് എയുടെ ഉള്ളിലാണ്. സോ V എപ്സിലൺ ഓഫ് എക്സും എയും തമ്മിൽ V ആൽഫ എക്സിൽ ഒരുമിച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതുമല്ല, എപ്സിലൺ ലെസ് ദാൻ ആൽഫയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ V എപ്സിലൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് V ആൽഫ എക്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. സോ V എപ്സിലൺ ഓഫ് എക്സും എയും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ കണ്ടെയ്ൻ സം പോയിൻറ്റ്സ് അതർ ദാൻ എക്സ്. അപ്പോൾ ഈ എല്ലാ കേസിലും നമുക്ക് കിട്ടുന്നത് എയിലുള്ള എല്ലാ പോയിൻറ്റ്സും എയുടെ ക്ലസ്റ്റർ പോയിൻറ്റ്സ് ആണ്. ഇനി അതല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ലെറ്റ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. ഇത് ആർബിട്രറി ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണെന്ന് വിചാരിക്കാം. ദെൻ നമുക്ക് V എപ്സിലൺ ഓഫ് 0 ഇൻ്റർസെക്ഷൻ A മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ A ആരാണ്? A ഈസ് ഓപ്പൺ ഇൻ്റർവൽ 0, 1. ഓക്കെ, 0യുടെ ഒരു എപ്സിലൺ നെയ്ബർഹുഡാണ് ഞാൻ എടുക്കുന്നത്. സോ V എപ്സിലൺ ഓഫ് 0 എക്സ് മൈനസ് എപ്സിലൺ പ്ലസ് എപ്സിലൺ. സോ ഇതിൽ ഇത്രയും ഭാഗം, അതായത് 0 ടു എപ്സിലൺ എന്നുള്ള ഭാഗം നമുക്ക് 0, 1ൻ്റെ ഉള്ളിലാണ്. സോ V എപ്സിലൺ ഓഫ് 0 കണ്ടെയ്ൻസ് സം പോയിൻറ്റ്സ് ഫ്രം 0, 1. ഓക്കെ, ഇനിയിപ്പോൾ എപ്സിലൺ എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈനസ് എപ്സിലൺ എന്ന് പറയുന്ന ഇൻ്റർവൽ എന്ന് പറയുന്നത് 0, 1 എപ്സിലൺ ഇവിടെയാണ് ഉണ്ടാവുക. സോ മൈനസ് എപ്സിലൺ എന്നുള്ളതിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് എ ഉള്ളത്. അപ്പോൾ ആ കേസിലും നമുക്ക് ഇവർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ V എപ്സിലൺ ഓഫ് 0 ഇൻ്റർസെക്ഷൻ A മൈനസ് 0 ഇസ് ഈക്വൽ ടു minus epsilon intersection open interval 0, 1, and this will be open interval 0 epsilon if epsilon is less than 1, and this will be open interval 0, 1 if epsilon is greater than 1. അപ്പോൾ ഇതിൽ ഏത് കേസ് ആയാലും ശരി, ദിസ് ഇസ് നോൺ എംപ്റ്റി. ഓക്കെ, അതുകൊണ്ട് 0 ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 0, 1 എന്ന് പറയാം.
ഇതുപോലെ തന്നെ നമ്മൾ 1 എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആയിരിക്കും. ബിക്കോസ് 1ൻ്റെ ഏത് എപ്സിലൺ നെയ്ബർഹുഡ് എടുത്താലും അത് 0, 1 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ 1 ഈസ് ഓൾസോ എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 0, 1. ഇവിടെ നമുക്ക് സെറ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ പോയിൻറ്റ്സ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 0, 1 എന്ന് പറയുന്നതിൽ ഓപ്പൺ ഇൻ്റർവൽ 0, 1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. ഓക്കെ, ഓപ്പൺ ഇൻ്റർവൽ 0, 1ൻ്റെ സെറ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ പോയിൻറ്റ്സ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് കാണാം. റാഷണൽ നമ്പേഴ്സിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ എക്സ് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി റിയൽ നമ്പർ ആണ് എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ആയിക്കോട്ടെ, ഇറ്റ് ഇസ് സം റിയൽ നമ്പർ. നമ്മൾ എക്സിൻ്റെ ഏത് എപ്സിലൺ നെയ്ബർഹുഡ് എടുത്താലും ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എക്സ് മൈനസ് എപ്സിലൺ എക്സ് പ്ലസ് എപ്സിലൺ. നമുക്ക് ഡെൻസിറ്റി തിയറി അറിയാം. ഏത് 2 റിയൽ നമ്പർ എടുത്താലും അതിനിടയിൽ റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഒരു റാഷണൽ നമ്പർ ആണോ? അല്ല. ദർ വിൽ ബി ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എനി 2 റിയൽ നമ്പേഴ്സ്. സോ ഈ എക്സ് മൈനസ് എപ്സിലണിനും എക്സ് പ്ലസ് എപ്സിലണിനും ഇടയിൽ ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. സോ വി എപ്സിലൺ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ ക്യൂ മൈനസ് എക്സ് വിൽ ബി നോൺ എംപ്റ്റി for every epsilon greater than 0, which means x is a cluster point of Q. And what was x? X is some real number. So you take any real number, it is a cluster point of Q. So set of all cluster points of Q is nothing but R. Set of all cluster points of Q is equal to entire R. Now we are you can try these problems. Find the set of all cluster points of the following sets. Set of all irrational numbers. Now we have seen that the set of all rational numbers, if we take the set of all cluster points of rational numbers, it is the entire real line. Now find the set of all cluster points for irrational numbers, for natural numbers, for closed interval 0, 1, and set of all 1 by n where n element of natural numbers. Try these problems yourself. Now I am moving on to the next characterization for closed sets. So the theorem says that a subset of real numbers f is closed if and only if it contains all its cluster points. എഫ് ക്ലോസ്ഡ് ആവണമെങ്കിൽ എഫിൻ്റെ എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റ്സും എഫിനുള്ളിൽ തന്നെ ആയിരിക്കണം. എഫിന് ക്ലസ്റ്റർ പോയിൻറ്റ്സ് ഉണ്ടാവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ക്ലസ്റ്റർ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എഫിൽ തന്നെ ആയിരിക്കണം. എഫിൻ്റെ ഒരു ക്ലസ്റ്റർ പോയിൻ്റ് പോലും എഫ് കോംപ്ലിമെൻറ്റിലായി പോവരുത്. തിരിച്ച് ഒരു സെറ്റ് അതിൻ്റെ എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കുകയും ചെയ്യും. ഇതാണ് ക്യാരക്ടറൈസേഷൻ്റെ ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ രണ്ടാമത്തെ ക്യാരക്ടറൈസേഷനായിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് ഐ ആം അസ്യൂമിങ് ദാറ്റ് എഫ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ആൻഡ് എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എഫ്. സോ I need to prove that x is an element of f. X element of f എന്ന് കാണിക്കാൻ I am assuming that x is not an element of f. If x is not an element of f, then x will be in f complement. ഇവിടെ നമ്മുടെ അസംഷൻ പ്രകാരം f ഒരു ക്ലോസ്ഡ് സെറ്റാണ്. എഫ് ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ ഈ എഫ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റാണ്. ആൻഡ് എക്സ് ഈസ് ആൻ എലമെൻ്റ് ഓഫ് എഫ് കോംപ്ലിമെൻറ്റ്. സോ നമുക്ക് പറയാൻ പറ്റും എക്സിൻ്റെ ഏതോ ഒരു എപ്സിലൺ നെയ്ബർഹുഡ് എഫ് കോംപ്ലിമെൻറ്റിൻ്റെ സബ്സെറ്റാണ്. സോ ദർ ഈസ് സം എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് വി എപ്സിലൺ ഓഫ് എക്സ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് കോംപ്ലിമെൻറ്റ്. ഈ വി എപ്സിലൺ ഓഫ് എക്സ് മുഴുവനായിട്ടും എഫ് കോംപ്ലിമെൻറ്റിലാണെങ്കിൽ
വി എപ്സിലൺ ഓഫ് എക്സിൽ എഫിലുള്ള ആരും ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ എഫ് കോംപ്ലിമെൻറ്റ്. സോ വി എപ്സിലൺ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 5 empty സെറ്റ്. പക്ഷേ നമ്മൾ എന്താണ് ക്ലസ്റ്റർ പോയിൻറ്റിൻ്റെ ഡെഫിനിഷനായിട്ട് പഠിച്ചിരിക്കുന്നത്? ഇവിടെ എക്സ് എഫിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് ആണെന്നാണ് നമ്മുടെ അസംഷൻ. എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എഫ്. സോ ഫോർ എവറി എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് എക്സ് it should contain some element of f other than x. ക്ലസ്റ്റർ പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് വേണം? വി എപ്സിലൺ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു 5 ആയിരിക്കണം. ഇവിടെയാണെങ്കിൽ നമുക്കിപ്പോൾ വി എപ്സിലൺ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ നമ്മളിങ്ങനെ ഒരു കോൺട്രഡിക്ഷനിൽ എത്താനുള്ള കാരണം എക്സ് എലമെൻറ്റ് ഓഫ് എഫ് കോംപ്ലിമെൻ്റ് എന്നെടുത്തതാണ്. സോ എക്സ് എലമെൻറ്റ് ഓഫ് എഫ് കോംപ്ലിമെൻ്റ് എന്നുള്ളത് തെറ്റാണ്. സോ എക്സ് ഈസ് ഇൻ എഫ്. Therefore, our assumption x element of f complement is wrong. That is, x is in f. ഇനി നമ്മളിതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാണ്. അതായത് വി ആർ അസ്യൂമിങ് ദാറ്റ് എഫ് കണ്ടെയ്ൻസ് all its cluster points. We need to prove that f is a closed set. എഫ് ക്ലോസ്ഡ് സെറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ സെറ്റ് ആണെന്ന് കാണിച്ചാൽ മതി. സോ ഓപ്പൺ സെറ്റ് എഫ് കോംപ്ലിമെൻ്റ് ഒരു ഓപ്പൺ സെറ്റ് ആണെന്ന് കാണിക്കാനായിട്ട് എഫ് കോംപ്ലിമെൻറ്റിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡെങ്കിലും എഫ് കോംപ്ലിമെൻറ്റിൻ്റെ സബ്സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് കാണിച്ചാൽ മതി. സോ ഐ എം ടേക്കിംഗ് y element of f complement arbitrarily. Let y element of f complement. This is an arbitrary element of f complement. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് f contains all its cluster points എന്നാണ്. അതായത് എഫിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റുകളെല്ലാം എഫിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ എഫ് കോംപ്ലിമെൻറ്റിലുള്ള y ഒരിക്കലും എഫിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് ആവില്ല. y is not a cluster point of f. എപ്പോഴാണ് ക്ലസ്റ്റർ പോയിൻ്റ് ആവുക? ഇപ്പോൾ y ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആയിരുന്നെങ്കിൽ yയുടെ ഏത് എപ്സിലൺ നെയ്ബർഹുഡ് എടുത്താലും അതിൽ എഫിലുള്ള y അല്ലാത്ത വേറൊരാളുണ്ടാവണം. സോ ദിസ് ഇൻ്റർസെക്ഷൻ എഫ് മൈനസ് വൈ, ഇവിടെ എഫ് മൈനസ് വൈ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം എന്താ, y എഫിലുള്ളതല്ല. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 5 empty സെറ്റ് ആവുമ്പോഴാണ് ക്ലസ്റ്റർ പോയിൻ്റ് ആണെന്ന് പറയാം. ഇവിടെയാണെങ്കിൽ ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ദർ ഈസ് സം എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് y whose intersection with f is equal to empty. So there is some epsilon greater than 0 such that v epsilon of y contains no points from f. So v epsilon of y is a subset of f complement. If it does not contain any point from f, then it is in f complement. So we got there is some neighborhood of some epsilon neighborhood of y which is completely contained in f complement. So f complement is a neighborhood of y. This y was arbitrarily chosen. So this implies that f complement is a neighborhood of each of its points. So f complement is open, means f is closed.